നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തലശ്ശേരി പട്ടണത്തിലേക്കുള്ള മടക്കയാത്രയാണിത്. കറുത്ത പൊന്ന് തേടിയെത്തിയ യൂറോപ്യന്മാർ സഞ്ചരിച്ച വഴികളിലൂടെ ഒരു യാത്ര. മലബാറിൽ നിന്നുള്ള കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ലോക വിപണിയിലേക്ക് എത്തിച്ചിരുന്ന തുറമുഖ നഗരത്തിന്റെ ചരിത്രം തേടിയുള്ള യാത്ര. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് സ്മാരകങ്ങളിലൊന്നായ തലശ്ശേരി കോട്ടയിലേക്കാണ് ആദ്യം ഞങ്ങൾ എത്തിയത്. പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ സംരക്ഷണത്തിലുള്ള കോട്ടയിലേക്ക് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം. പാർക്കിങ്ങും പ്രവേശനവും സൗജന്യമാണ്. സന്ദർശകർക്ക് സ്മാർട്ട് ഫോണിലൂടെ കോട്ടയുടെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിർച്വൽ ടൂർ ഗൈഡ് സംവിധാനം കവാടത്തിനരികിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബോർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ കോട്ടയെക്കുറിച്ചുള്ള വീഡിയോകളും ലേഖനങ്ങളും ഫോണിൽ തെളിയും. വടക്കൻ കേരളത്തിലെ കൊളോണിയൽ അധിനിവേശത്തിൻ്റെ വലിയൊരു ചരിത്ര സ്മാരകമാണ് തലശ്ശേരി ഫോർട്ട്. അപ്പോൾ നമുക്ക് തലശ്ശേരി ഫോർട്ടിൻ്റെ കാഴ്ചകളും അതിൻ്റെ ചരിത്രവും മനസ്സിലാക്കാം. ചെങ്കല്ലിലുള്ള ഭീമാകാരമായ മതിലുകളാണ് കോട്ടയ്ക്കുള്ളത്. തിരുവെള്ളപ്പാട് കുന്ന് എന്നാണ് പണ്ട് ഇവിടം അറിയപ്പെട്ടിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 90 അടി ഉയരത്തിലുള്ള 2 ഏക്കറിൽ 1682 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫാക്ടറി ആരംഭിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ ഫാക്ടറിക്ക് ചുറ്റും കൂറ്റൻ കോട്ടയും കെട്ടിപ്പൊക്കി. മീറ്റർ ഉയരമുള്ള പ്രവേശന കവാടം കടന്നാൽ നടുത്തളത്തിലേക്ക് എത്തിച്ചേരും. പഴയൊരു ഉപകരണത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പീരങ്കിയാണെന്നാണ് ആദ്യം ഞങ്ങൾ കരുതിയത്. എന്നാൽ അന്നത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന റോഡ് റോളറിന് സമാനമായ ഒരു ഉപകരണമാണെന്ന് പിന്നീട് മനസ്സിലായി. നടുത്തളത്തിലെ ഉദ്യാനത്തിൽ വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കോട്ടമതിലിന് മുകളിലൂടെ പ്രദേശം ചുറ്റിക്കാണുകയും ചെയ്യാം. ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുന്ന കമിതാക്കൾ കോട്ട പിടിച്ചടക്കിയിരിക്കുകയാണെന്ന് ഒരു റൗണ്ട് നടന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. കച്ചവട ആവശ്യത്തിനായി കെട്ടിയുണ്ടാക്കിയ ഒരു ഷെഡ് അഥവാ അന്നത്തെ വിശേഷണത്തിൽ ഒരു പാണ്ഡികശാലയായിരുന്നു ആദ്യം ഇവിടെ തുടങ്ങിയത്. ഫാക്ടറിയുടെ മേധാവിയായിരുന്ന റോബർട്ട് ആദംസിന്റെ മേൽനോട്ടത്തിൽ പാണ്ഡികശാല വികസിച്ച് പിന്നീട് വലിയ കോട്ടയായി.